ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡിഫൻഡർ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഒരു ബ്ലാക്ക് ഡിഫൻഡർ ഞാൻ എടുത്തു. കുറേ കഷ്ടപ്പാടിന് ശേഷം നമുക്കൊരു ഡിഫൻഡർ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇൻറ്റീരിയർ. അത്യാവശ്യം രസമുണ്ട്. എവിടെ ഗൈസ് പൈസ വന്നിട്ടുണ്ട് നോക്കി നോക്കാം. പൈസ പോയി ഗൈസ്, പൈസ പോയി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ മാപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഏത് മാപ്പെന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഇത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എൻ്റെ ബാക്കിൽ അവിടെ ഒരാൾ പറഞ്ഞ ഞാൻ കണ്ടു, ഒരു കാറ് പറഞ്ഞ് കണ്ടു. നമുക്ക് അവനെയും കൂടെ കൂട്ടി അങ്ങ് പോവാം. അപ്പോൾ അവനെ കാണാൻ ഇതാവുന്നു. ഓക്കെ, അപ്പം മറ്റൻ്റെ കൂടെ നമുക്ക് അങ്ങ് പോവാം അല്ലേ. ഈ വണ്ടി വെറും തട്ടാതെയൊക്കെ സൂക്ഷിക്കാം, പുതിയ വണ്ടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ വണ്ടി ഇഷ്ടപ്പെട്ട് കാണുമല്ലേ ഗൈസ്. അപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പോവാം. പറയും അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. A few moments later. അത്യാവശ്യം നല്ല രസമുള്ള ഒരു സിറ്റിയാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഷോറൂം വരെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലാം കണ്ടില്ല, നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ കുറച്ച് ഓഫ് റോഡിങ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് മണ്ണുള്ള സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം ഭയങ്കര മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെയാണ് വെച്ചത്. നല്ല രസമുണ്ട്. പക്ഷേ ഗൈസ്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ഏരിയ ആണിത്. ഓക്കെ, ഡിഫൻഡറും കൂടെ ആയതുകൊണ്ട് ഗൈസ് നല്ല രസമുണ്ട് ഇവിടെ വരാനും. നല്ല ഡിഫൻഡർ, നല്ല ബ്ലാക്ക് ലുക്കായപ്പോൾ നല്ല രസമുണ്ടല്ലേ. ആ പുതിയ അലോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ വേറെ വല്ല ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അപ്പുറത്ത് കറങ്ങിയിട്ട് വരാം. മാപ്പൊക്കെ നോക്കാം. ഇവിടെ ഞാനൊരു സാധനം കണ്ടിരുന്നു. സൈഡിൽ കണ്ടോ ഗൈസ്? സൈഡിൽ കുറേ ബിൽഡിങ്, അതിൻ്റെ അവിടെ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ എന്തൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ ബാസ്കറ്റ് ബോൾ സ്റ്റേഡിയം നമുക്ക് വേണം കളിക്കായിരിക്കും അല്ലേ, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ബിൽഡിംഗ് വെച്ച് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ്. അവിടെ ഒരു ഹോണ്ടയുടെ ഷോറൂം ഉണ്ട്, വലിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡ്രോൺ വെച്ച് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഒരു ഫോട്ടോയും കൂടെ നമുക്ക് ഡിഫൻഡറിന് എടുക്കാം. പുതിയ കാറായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ തോന്നുകയാണ്. എന്ത് ചെയ്യാക്കും ഗായ്സ്. ഇതൊക്കെ ഗെയിമിൽ വേറെ ഒരാളും കൂടെ ഉണ്ട്. വേറെ പോയി. നേരത്തെ ഒന്നും ആളിനെ കാണാനില്ല, അവനായിരിക്കും അങ്ങ് എത്തിയത്. ഓക്കെ, നമുക്ക് നമ്മളെ ഈ വീഡിയോയിലേക്ക് പോവാം. ഇത് വണ്ടി ഗൈസ് ചപ്പി. എന്ത് പറ്റി? അവിടെ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ ചപ്പൂലല്ലോ. എന്താ കുഴപ്പം ഗൈസ്? അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. അവിടെ വണ്ടി അങ്ങനെ തട്ടൂലല്ലോ, അവിടെ ഒന്നും ഇല്ലല്ലോ. എന്താണ് ഇവിടെ? എന്താണ് ഇവിടെ? മറ്റേ KCB ഓഫീസ് പോലെ ഉണ്ടല്ലോ ഗൈസ്, ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താണ് ഹമ്പൊക്കെ ഭയങ്കര വലുത്. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ പറ്റും. വൺ വേ പോലത്തെ റോഡാണ്, പക്ഷെ ഇവിടെ വേറെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ പോവാം. സീബ്ര ക്രോസിംഗ് ഗൈസ്. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ പേരൊക്കെ നിങ്ങൾ തന്നെ വായിച്ചു നോക്ക് ഗൈസ്. ഓക്കെ, എന്തൊക്കെ സ്കൂളുണ്ട് നമുക്ക് അകത്ത് കയറ്റി നോക്കാം. ഇവിടെ അടുത്തും വലിയ പാർക്കിംഗ് ഏരിയ ഒന്നും വെച്ചിട്ടില്ല. നമ്മളെ റിയൽ ലൈഫിലെ കാണുമ്പോൾ വലിയ പാർക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഉണ്ടോ? ഇത് സ്കൂളാണെങ്കിൽ ബെഞ്ചും ഡെസ്ക് കാണുമായിരിക്കും അല്ലേ. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇതെന്ത് റൂമാണ്? ലീഫ് എന്തൊക്കെയാണ്? ബെഞ്ചും ഡെസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാമല്ലോ. പക്ഷേ ബെഞ്ചും ഡെസ്ക് ഗൈസ് സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി വെക്കാൻ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ നേരിട്ട് വന്നാൽ ചിലപ്പം ഇവിടെ വരാൻ പാടായിരിക്കും. കുറച്ചും കൂടെ സ്കൂളിനനുസരിച്ച് കുറച്ചും കൂടെ സ്ഥലം കൊടുക്കായിരുന്നു. പിന്നെ ഇവിടെ ഇത്ര സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് നേരെ റിവേഴ്സ് എടുത്തങ്ങ് വണ്ടി ഇറക്കാം. ഇതെന്താണ് ഇത്ര? പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. നല്ല നീറ്റായിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ ബോറാക്കിയൊന്നുമില്ല, നല്ല രസമുണ്ട്. നമുക്ക് സൈഡിലുള്ള കടകൾ, പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ കാറ് ചളങ്ങിപ്പോയി, വലിയ ലുക്കൊക്കെ പോയി. ഇനി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതെന്താ വേറെ ഒരുത്തന്ത്
ഓക്കെ, ഇവൻ ഹനാൻ വൈറ്റി. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ജീപ്പാണല്ലേ. ഓക്കെ, അപ്പോൾ അവൻ നമ്മളെ വിളിച്ച് നോക്കാം. അവൻ കൂടെ വരണമെങ്കിൽ വരട്ടെ. ബാക്കി കൂടെ നമുക്ക് ഇവിടെ കൂടെ അങ്ങ് നോക്കി നോക്കാം. ഇവിടെ കൂടെ പോകുമ്പോൾ ഇവിടെ എത്തും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് പതുക്കെ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളെ ഈ റോൾസ് റോയ്സ് ഇരുന്നേക്കാട്ടിലും സ്പീഡ് കുറവാണ്. കണ്ടോ ഗൈസ്, ഈ വണ്ടി ഇപ്പോഴും 100 എത്തണമെങ്കിൽ തന്നെ കുറച്ച് പാട് പെടുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് എല്ലായിടം കയറി പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നമൊന്നുമില്ല. പെട്ടത്തറ തട്ടുമെന്നൊന്നും പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്പീഡില്ല. ഞാൻ ടോപ്പ് എഞ്ചിനാണ് വെച്ചിരുന്നത്. ഉള്ളതിൽ ഏറ്റവും ടോപ്പ് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര പവറേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോഡിഫൈ ചെയ്യില്ലായിരുന്നെങ്കിൽ എന്താവുക. ഇവിടെ ഇതുവരെയാണ് നമ്മളുള്ളൂ. ഇവിടെ എന്തൊരു ഹാർഡ്വെയർ ഷോപ്പാണ്. സൈഡിൽ ഹാർഡ്വെയർ ഷോപ്പുണ്ട്. ഇവിടെ ജനറേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ജനറേറ്ററൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ചെറിയ ചെറിയ കടകളുണ്ട്. നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് എല്ലാം. ഇവിടെ എന്താണ് ബസ് സ്റ്റേഷൻ? ഇത്രയും ബസ് സ്റ്റേഷൻ വലിയത്? എനിക്കാണ് ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റേഷനാണ്. വലിയ വലിയ ബസ്സൊക്കെ നമുക്കിവിടെ ഒതുക്കാം. അത് കൊള്ളാം കേട്ടാ. ആ ഐഡിയ എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. കൊള്ളാം. പക്ഷെ ഇത്രയും സ്ഥലം മതിയാ? 1-2 ബസ്സൊക്കെ അല്ലേ ഇവിടെ വയ്ക്കാൻ ഇടാൻ പറ്റൂ? ഇത്രയൊക്കെ മതിയല്ലേ? ഹാർഡ്വെയർ സ്റ്റോർ. ഓക്കെ, ഇനി ഇങ്ങോട്ട് ഒന്നും ഇല്ലെന്നാണ് തോന്നണത്. കുറച്ച് കടകളും വീടൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. അതെ, ഇപ്പുറത്ത് ഇവിടെ ഒന്നുമില്ല. നമുക്ക് തിരിച്ചു പോവാം. ബോർഡും പൊട്ടിച്ച് നമുക്ക് ഇവിടെ സ്ഥലം വിടാം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബാക്കി കൂടെ വരും. ബ്ലാക്ക് ഡിഫൻഡറും കൂടെ ആയതുകൊണ്ട് പലതും വിചാരിക്കാൻ. ഇപ്പം നമുക്ക് ഓടി പോവാം. ചവിട്ടി വിടാം. വലിയ സ്പീഡില്ല കണ്ട. ഇപ്പോഴും 50-ലും 60-ൻ്റെ ഒക്കെ. ഇവിടെ കൂടെ നമുക്ക് വേറെ വഴിയും കൂടെ ഉണ്ട്. ഇവിടെ കൂടെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ കൂടെ നല്ല രസമുണ്ട് ഗൈസ് വണ്ടി ഓട്ടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഓക്കെ, ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ നേരെ നമ്മൾ ഹൈവേയിലോട്ടാണ് പോണത്. വണ്ടി ഇവിടെ നിന്ന് റിവേഴ്സ് എവിടെയെങ്കിലും വന്ന റിവേഴ്സ് എടുക്കാനാണ് ഇവിടെയൊക്കെ പാട്. അപ്പം നമുക്ക് വഴി അറിയാതെയൊക്കെ വന്നാൽ ചിലപ്പം കൂടുതൽ വണ്ടികളൊക്കെ ഉണ്ടായി ചിലപ്പോൾ പണിയാകും. നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ കേസ്. ഒരു വിൻഡ് മില്ല് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഫോട്ടോ അങ്ങോട്ട് എടുത്തിട്ട് പോവാം. വണ്ടിയുടെ ഫ്രണ്ടല്ലേ ചളിങ്ങിയ, നമുക്ക് ബാക്കിൻ്റെ ഫോട്ടോ അങ്ങ് എടുക്കാൻ പോരെ. നല്ല രസമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഞാൻ ഫോട്ടോ എടുക്കുന്നവരെ ലൈക്ക്, സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് എല്ലാ പ്രാവശ്യവും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്? കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെയും സബ്സ്ക്രൈബ് മാറ്റുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കമൻറ്റ് ചെയ്ത് നിങ്ങളൊന്ന് പറയുക. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. പിന്നെ നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഇവിടെ കൂടെ കണ്ടിട്ട് പോകാം. ഇതെന്തൊരു ഗൈസ്, ഇത്രയും ചെറിയ വഴിയാ? കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വണ്ടി വലുത്. ബസ്സൊക്കെ കയറാൻ പാടായിരിക്കും. ബസ്സൊക്കെ കയറ്റണമെങ്കിൽ ചിലപ്പം പണി പാളും. പക്ഷെ കൊള്ളാം. ഇവിടെ എന്താ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കാറ് കയറ്റി നോക്കാം. കയറുമെന്ന് നോക്കട്ടെ. എന്തിനാണ് ഇവിടെ എന്താ പണിയൊക്കെ നടക്കണതാണ്. വേറെ ഒന്നും ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും കാറ് കയറ്റി നോക്കാം. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും പ്ലാൻ. പണി സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. എനിക്ക് നല്ല പാർക്കിംഗ് ഏരിയ ആണ്. എന്തെങ്കിലുമായിട്ട് കേസ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഇവിടെ വലിയൊരു വണ്ടികളൊക്കെ ഉണ്ട്. ഒരു കാറ് അവിടെ കൊണ്ടിട്ടേക്കാണല്ലോ. ഇവിടെ എന്തോ, നമുക്ക് എങ്ങോട്ട് പോകണം ഗൈസ്? നേരെ പോയി നോക്കാം. ഇതൊക്കെ എന്തോന്ന്, വണ്ടി കുറച്ച് കൺട്രോൾ കുറവാണ് കേട്ടാ. നമുക്ക് പതുക്കെ പോയാലേ കൺട്രോൾ കിട്ടത്തുള്ളൂ. ഇതെന്ത്, നമ്മൾ നേരത്തെ എവിടെയോ എത്തിയതുപോലെ. ഇവിടെ കുറേയിടത്തൊക്കെ പണി കിടക്കുകയാണ്. അതാണ് ഇങ്ങനെ മണ്ണൊക്കെ കിടക്കുന്നത്. ഇവിടെ ഒരുപാട്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒരുപാട് ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. കാറിനേക്കാളും ബൈക്കാണ് ഏരിയയിൽ. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഇവിടെ ചായ കുടിക്കാനുള്ള കട, ഹോട്ടൽ എന്താണ്. നമുക്ക് ഇവിടെ നിന്ന് ഒതുക്കി നോക്കാം. ഇവിടെ ഒതുക്കാൻ പറ്റുമെന്തോ. സെൽഫോൺ റിപ്പയർ ഷോപ്പ്, ചായ, ഇതൊക്കെ എന്തിനാണോ? എല്ലായിടവും ഒറ്റ അടിക്ക് എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഈ കട അടപ്പാണെന്നാണ് ഇവിടെ തറയിൽ നോ പാർക്കിംഗ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഒതുക്കാൻ പറ്റത്തില്ല. ഈ കട അടപ്പാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ അങ്ങ് ഒതുക്കല്ലേ. ആരും അറിയത്തില്ല. എന്താണ്
ഇവിടെ ഒതുക്കാം, അത് വെക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പം ആരും അറിയത്തില്ല ആരെ കാറെന്ന്. പിന്നെ നമുക്ക് ഈ സ്റ്റോറും കൂടെ കയറി നോക്കാം, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ട്. തുറക്കാൻ പറ്റുന്നില്ല guys. എനിക്ക് തോന്നുന്നു പൂട്ടി. എനിക്ക് തോന്നുന്നു ഇവിടെ കടയിൽ വിൽക്കാൻ തുടങ്ങിയില്ല, കട മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് കയറാൻ പറ്റത്തില്ല. കണ്ട സൈഡിൽ ഒരു സ്കൂട്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻഡർ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട്. അപ്പോൾ കേസ് ഞാൻ ചായ ഒക്കെ കുടിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല ചായ ആയിരുന്നു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മളെ ഡിഫൻഡർ ഉണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഡിഫൻഡറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എന്നാൽ കേസ് നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോവാം അല്ലേ? എൻ്റെ കാണുന്ന വഴിയിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോവാം. ഇവിടെ എന്തോ ഗൈസ്, ഇവിടെ കുളമാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുളമോ? ഇത്രയും ചെറിയ കുളമാണോ? എനിക്ക് ചെറിയ സംശയം. എല്ലാവരും ഇറങ്ങി നോക്കണം ഗൈസ്, ഭയങ്കര പാടുള്ള വഴി. നമുക്ക് ഗൈസ് ഡ്രോൺ വെച്ചൊന്ന് നോക്കി. ഇവിടെ എന്തൊരു ഹാളാ, എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് സെറ്റപ്പ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇറങ്ങണേലെ ഡ്രോൺ അങ്ങ് ഉപയോഗിക്കാം. ഡ്രോൺ ഇതാണ് ബാസ്കറ്റ് ബോൾ ആണല്ലേ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഗ്രൗണ്ട്. പിന്നെ ഇവിടെ കൂടെയാണ് ഒരു വഴി, ഇവിടെ കൂടെയും വഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെയും നമുക്ക് കയറാം. ഇവിടെ അവിടെ ഒരു ഫ്രണ്ട് വഴിയുണ്ട്, അവിടെ കൂടെ നമുക്ക് കയറാം. പിന്നെ നമുക്ക് മറ്റേ കുളം കൂടെ നോക്കി. ഇത് കുളമല്ല കേട്ടാ, ഇത് രോഡേ ഉള്ളൂ. എന്തൊന്നും പിടി കിട്ടണില്ല കേട്ടാ. അത് ചെയ്താൽ കൊള്ളാം, പക്ഷെ എന്തിനാണ് സംഭവം? ക്ലീൻ വാട്ടർ ആണ്, എന്തൊരു നദിയിൽ നിന്ന് ഒഴിയുന്ന വെള്ളമാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ കടകളുണ്ട്. പിന്നെ നമുക്ക് വേറെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ നോ പാർക്കിംഗ്, എല്ലാവരും നോ പാർക്കിംഗ് അടിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഹോണ്ടയുടെ ഷോറൂം ഉണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ലോണ്ടറി കടകൾ, ഫ്ലിറ്ററി ലോണ്ടറി. ഇവിടെ നോ പാർക്കിംഗ് എഴുതി വെച്ചാൽ പിന്നെ എല്ലാവരുടെ വണ്ടി ഒതുക്കണ്ടേ? ചുമ്മാ അല്ലേ ഇവിടെ വണ്ടിയുള്ള കാറുകളൊന്നും കാണാത്ത. മിക്കവാറും ഇവിടെ നടന്നു വരേണ്ടി വരും. നമുക്ക് ഇവിടെ ഹോണ്ടയുടെ ഷോറൂമിലൊന്ന് ഇറങ്ങണം. വേറെ വഴിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഒതുക്കാം. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഒതുക്കി. കസ്റ്റമർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. നമുക്ക് വണ്ടിയൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ വണ്ടികൾ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇവിടെ നിന്നാൽ കേസ് നമ്മൾ ഏതെങ്കിലും ബൈക്കൊക്കെ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. നമുക്ക് ഇവിടെ KCB ഷോപ്പ്, ഇലക്ട്രിസിറ്റി, അവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ വണ്ടി വെക്കാമല്ലേ എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ റോഡിലൊക്കെ കുറച്ച് പണി നടക്കുന്നുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തോടെ കാണാം.